അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരക്കഴിഞ്ഞ സമയത്ത് ഒരു വീഡിയോ ഉണ്ടാക്കി വിടുകയാണ്. സഹകരിച്ച് കേൾക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിഷയം അറബിയിൽ ഈ ചതുരം, വൃത്തം, അതേപോലെ ത്രികോണം, ഇതുപോലത്തെ വിഷയങ്ങളാണ് ഇവിടെ സബ്ജക്റ്റാക്കി എടുക്കുന്നത്. അപ്പോൾ വൃത്തത്തിന് എന്ത് പറയുന്നു അറബിയിൽ? ദായിറ എന്നാണ്. നമ്മൾ നേരത്തെ റോഡുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ദവാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദവാർ, റൗണ്ട് അബൌട്ടിനാണ് ദവാർ എന്ന് പറയാം, റോഡിലുള്ള ഒരു സർക്കിളിന്. അപ്പോൾ വൃത്തത്തിന് ദായിറ എന്നാണ് പറയാം. ഓക്കെ. ഖുറ എന്ന് പറഞ്ഞാൽ ബോളാണ്. അപ്പോൾ ഖുറ എപ്പോഴും എന്തായിരിക്കും? ദായിരയായിരിക്കും, വൃത്തത്തിലായിരിക്കും. ഓക്കെ. അതേപോലെ ത്രികോണത്തിന് മുസല്ലസ് എന്നാ പറയാം. മുസല്ലസ്. ചതുരത്തിന് മുറബ്ബ എന്നാ പറയാം. മുറബ്ബ, ചതുരം, ഒരുപോലെ 4 ദിലകളും ഉണ്ടാകുന്നു. അതിൻ്റെ ഓരോ പാർട്സിന് ദില എന്നാണ് പറയാം. ആഴം എങ്ങനെ അറിയിക്കുക? ആയം ഉമുഖ്, ഉമുഖ്, ഡീപ്പ്, ആയം. ഉയരം ഇർത്തിഫാ, ഇർത്തിഫാ. ഓക്കെ, ഉയർച്ച എന്നാണ് ഇർത്തിഫാ. തൂൽ എന്നും പറയും. തൂൽ, തൂൽ പറഞ്ഞാൽ ഉയരം. ഓക്കെ. മർക്കസ് എന്ന് പറഞ്ഞാൽ കേന്ദ്രബിന്ദുവാണ്. മർക്കസ്, ഒരു ദായിറക്ക് ഒരു മർക്കസ് ഉണ്ടാവും, അതാണ് കേന്ദ്രബിന്ദു. വസത്ത് എന്ന് പറഞ്ഞാൽ മദ്യം എന്നാണ്. മർക്കസ് എന്ന് പറഞ്ഞാൽ കേന്ദ്രബിന്ദുവാണ്. ഖത്ത്, ഖത്ത് എന്ന് പറഞ്ഞാൽ ലൈൻ എന്നാണ്. റോട്ടിൽ ലൈൻ ഉണ്ടാവും അല്ലേ? റോഡിൽ ലൈൻ ഉണ്ടാവും, ഖത്ത് എന്നാ പറയാം. ഓക്കെ. അർദ് എന്ന് പറഞ്ഞാൽ അലിഫ് കൊണ്ടുള്ളത്, ഐന് കൊണ്ടുള്ള അർദ് എന്ന് പറഞ്ഞാൽ വീതിയാണ്. തൂല്, നീളം, ഇർത്തിഫാ, ഉയർച്ച ഒക്കെ പറയും. രൂപത്തിന് ഷക്കിൽ എന്നാ പറയാം. രൂപം. ഓക്കെ. ഷക്കിൽ, ഷക്കിൽ മുറബ്ബ. എന്തൊരു സാധനം? ചതുരത്തിലുള്ള ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിന് ഷക്കിൽ മുറബ്ബ എന്നാ പറയാം. ചതുരത്തിൽ രൂപത്തിലുള്ളത്. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.